അത് എഴുതി വെച്ചേക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്ക് പരിഗണിക്കും, നിങ്ങൾക്ക് ഫ്രീ മാർക്ക് കിട്ടും ചെയ്യും. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫിസിക്സിൽ 18 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഹലോ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ മാർക്ക് കിട്ടോ എന്നുള്ളതാണ് ചോദ്യം. എടാ, ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് വെറുതെ ഒരു തമ്പിട്ടിട്ട് നിങ്ങൾ കുറെ ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്തൊരു സംഭവമല്ല. എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫിസിക്സിൽ 18 മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചു. മക്കളെ, ഈ ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടത് കൊണ്ട് തന്നെ ആ മാർക്കൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഇനി നമ്മൾ ഔട്ട് ഓഫ് സിലബസ് എന്നെ ആവണമെന്നില്ല, ക്വസ്റ്റ്യൻ എന്തെങ്കിലും തെറ്റുണ്ടായാലും മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും തെറ്റുണ്ടാവും സാറേ? ഉണ്ടാവാറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ചോ, ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ തെറ്റുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യനും എഴുതിയിട്ടില്ലെങ്കിൽ പോലും, നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നമ്പർ ഇടണം. നമുക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യം അതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെച്ചേക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്ക് പരിഗണിക്കും, നിങ്ങൾക്ക് ഫ്രീ മാർക്ക് കിട്ടും ചെയ്യും. പിന്നെ ചില ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരികയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ എന്തെങ്കിലും പറയല്ല മക്കളെ, ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേട്ടിരുന്നോ. സംഭവം ഇതാണ്, നമ്മളിപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുകയാണ്. ഇപ്പം ജൂൾസ് ലോ ആയി ബന്ധപ്പെട്ടൊരു ചോദ്യം വായിക്കുകയാണ്. അപ്പൊ നമുക്ക് ജൂൾസ് ലോന്റെ പ്രോബ്ലം ചെയ്യാൻ അറിയില്ല. പക്ഷേ നമുക്ക് കറണ്ട് I = എത്രയാന്ന് എഴുതാൻ അറിയാം, T = എത്രയാന്ന് എഴുതാൻ അറിയാം, R = എത്രയാന്ന് എഴുതാൻ അറിയാം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ നമ്മളിൽ ചില ആളുകൾ എന്ത് ചെയ്യില്ല? എഴുതില്ല. കാരണം ഇതെനിക്ക് മൊത്തമായിട്ട് അറിയില്ല, അപ്പൊ ഞാനിത് എഴുതി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അവർ വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതി വെക്കണം. എന്താണ് ഗുണം എന്നറിയോ? നിങ്ങൾക്കിപ്പോൾ അറിയുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അര മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ നിങ്ങൾ മാർക്ക് കൂട്ടുകയാണ്. ടോട്ടൽ മാർക്ക് കൂട്ടിയ സമയത്ത് നിങ്ങൾക്ക് 34.5 മാർക്ക് കിട്ടി. ആ 34.5 ആ അര എന്ന് പറഞ്ഞാല് നേരത്തെ നമുക്ക് ഒന്നും അറിയാത്ത സാധനത്തില് ചെറുത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അറിയാം, അത് എഴുതി വെച്ച സമയത്ത് കിട്ടിയ മാർക്കാണ് അര മാർക്ക്. അങ്ങനെ ടോട്ടൽ 34.5 ആ 34 35 മാർക്കായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ഒന്നും അറിയാതെ 1 മാർക്ക് കിട്ടി. അപ്പോൾ മക്കളെ, അറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അതിനൊരു മടിയും കാണിക്കരുത്. പിന്നെ നിങ്ങൾ ഈ മാത്സ് ഒക്കെ ചെയ്യുന്ന സമയത്തെ ഈ മാത്സിന്റെ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പേജിൽ ഉണ്ടാവണം. പല കുട്ടികളും നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ കാൽക്കുലേഷൻ ഒക്കെ നോട്ടിന്റെ ബാക്കിൽ കൊണ്ട് എഴുതുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും എന്തല്ല, നല്ലതല്ല. കാരണം എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം എന്നറിയോ? നമ്മളിപ്പം എക്സാമിന് ഒരു ടീച്ചർ എന്ത് ചെയ്യാണ്? നിങ്ങളെ പേപ്പർ നോക്കുകയാണ്. അങ്ങനെ പേപ്പർ നോക്കുന്ന സമയത്ത് അഥവാ നിങ്ങളെ ആൻസർ തെറ്റാണ്, പക്ഷെ നിങ്ങളെ ഒരുപാട് കാൽക്കുലേഷൻസ് ശരിയാണ്, അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ അതിന് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ കാൽക്കുലേഷൻ ഡെസ്കിന്റെ മുകളിലോ അല്ലെങ്കിൽ ബെഞ്ചിന്റെ മുകളിലോ കൊണ്ടായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അല്ലെങ്കിൽ വേറൊരു പേപ്പറിലോ എഴുതാൻ പാടില്ല. നിങ്ങൾ ആൻസർ ഷീറ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം എന്നാണ് പറയാനുള്ളത്. കുട്ടികൾക്ക് ഉണ്ടാവുന്ന മറ്റൊരു സംശയമാണ് ഈ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംശയം. നമുക്കറിയാം, ഇപ്പോൾ ഒരു 40 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 1 മുതൽ 5 വരെ ചോദ്യങ്ങളുണ്ട്. അതിൽ 4 എഴുതണം അല്ലെ? ഓരോന്നിനും ഓരോ മാർക്ക്. ഇനി 2 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ തരും, അതിൽ 4 എഴുതണം. 3 മാർക്കിന്റെയും അതേപോലെ തന്നെ 4 മാർക്കിന്റെയും 5 ചോദ്യങ്ങൾ തരും, അതിലും 4 വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ ചില ആൾക്കാർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാല്, ഇപ്പം 5 എഴുതണമല്ലോ, 1 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ എഴുതണം. ഈ 5 ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ ഞാൻ ഏതാണ് എഴുതേണ്ടത്? ഏറ്റവും അറിയുന്ന 4 ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ആദ്യം എഴുതേണ്ടത്. അങ്ങനെ നിങ്ങൾ ഏറ്റവും അറിയുന്ന 4 ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി വെച്ചു. അതേപോലെ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഒക്കെ എഴുതി വെക്കുക. അതിനുശേഷം സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർ ക്വസ്റ്റ്യൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ മാർക്ക് എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ 1 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ എഴുതി വെച്ച് വിചാരിച്ചോ, 4 പരിഗണിക്കുള്ളൂ അല്ലെ? ആ 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് 4 അവർ നോക്കുക. അപ്പൊ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് എഴുതിയ 4 അവർ നോക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായില്ല, സമയം ഉണ്ടാവില്ല, എക്സാം എഴുതാൻ സമയമില്ലാത്തൊരു അവസ്ഥയായി പോകും. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു വെച്ചേക്കണം. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളെ മാർക്കിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഏറ്റവും നല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.